ആലപ്പുഴ തോട്ടപ്പള്ളി ഒറ്റപ്പനയിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന സ്ത്രീ കൊല്ലപ്പെട്ട കേസിൽ വൻ വഴിത്തിരിവ്. പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്ത അയൽവാസിയായ വയോധികനല്ല യഥാർത്ഥ പ്രതി. കൊലപാതകം നടത്തിയത് മുൻപ് അയലത്ത് താമസിച്ചിരുന്ന ദമ്പതികളാണ്. തോട്ടപ്പള്ളി ഒറ്റപ്പനയിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന 60-കാരിയെ ഞായറാഴ്ചയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കേസിൽ ഇന്നലെ സമീപവാസിയായ അബൂബക്കറിനെ അറസ്റ്റ് ചെയ്തു. ഞങ്ങൾ വിവിധ ജില്ലകളിൽ അന്വേഷണം നടത്തി. ഇത് സംശയമുള്ളവരെ തമിഴ്നാട്ടിൽ തിരുനെൽവേലി വരെ പോയി ഞങ്ങൾ സംശയമുള്ളവരെ കൊണ്ടുവന്ന് ഇവിടെ അന്വേഷണം നടത്തി. അവർ ചോദ്യം ചെയ്തു. അങ്ങനെ സംശയമുള്ളവരെ എലിമിനേറ്റ് ചെയ്ത് അവസാനം ഞങ്ങൾ മനസ്സിലായി ഈ വീടുമായിട്ട് അടുപ്പമുള്ള ഒരാളാണ് ഈ കൊലപാതകം നടത്തിയെന്ന് മനസ്സിലായി. എന്നാൽ അബൂബക്കർ അല്ല യഥാർത്ഥ കൊലയാളി. കൊല്ലപ്പെട്ട സ്ത്രീയുടെ വീടിന് സമീപം നേരത്തെ താമസിച്ചിരുന്ന മോഷണക്കേസ് പ്രതിയും ഭാര്യയുമാണ് കൊലപാതകികൾ. ഇപ്പോൾ തൃക്കുന്നപ്പുഴ പതിയാരങ്കരയിലാണ് സൈനുലാബ്ദീനും ഭാര്യ അനീഷയും താമസിക്കുന്നത്. ഇരുവരും മദ്യപിച്ചാണ് മോഷണത്തിനെത്തിയത്. വൈദ്യുതി വിച്ഛേദിച്ച ശേഷം അടുക്കളവാതിൽ ചവിട്ടി തുറന്ന് അകത്തുകയറി. സ്ത്രീ ബഹളമുണ്ടാക്കിയപ്പോൾ അനീഷ കൈകാലുകൾ പിടിച്ചുവെച്ചു. തുടർന്ന് സൈനുലാബ്ദീൻ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഇവരെ സംബന്ധിച്ച് കറസ്പോണ്ടിങ് ആ സ്ത്രീയുടെ ഫോൺ സീസ് ചെയ്തിട്ടുണ്ട്. ഇവർ സമ്മതിക്കുന്നു. സൈനുലാബ്ദീന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. അപസ്മാര ലക്ഷണങ്ങൾ കാട്ടിയതിനെ തുടർന്ന് അനീഷയെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേസിന്റെ ആദ്യഘട്ടത്തിൽ കൊല്ലപ്പെട്ട സ്ത്രീയുടെ മൊബൈൽ ഫോൺ കണ്ടെത്താൻ കഴിയാത്തത് പോലീസിനെ വലച്ചിരുന്നു. മുളകുപൊടി വിതറിയതും മൊബൈൽ ഫോൺ നശിപ്പിച്ചതും താനാണെന്നാണ് അബൂബക്കർ സമ്മതിച്ചിരുന്നത് എന്നാണ് പോലീസിന്റെ ന്യായീകരണം. എന്നാൽ ഇന്നലെ ഈ ഫോണിൽ മറ്റൊരു സിം കാർഡ് ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്നതായി പോലീസ് കണ്ടെത്തി. ഇതോടെയാണ് പുതിയ അറസ്റ്റും വഴിത്തിരിവും. അബൂബക്കറിന്റെ എൻട്രി അറൗണ്ട് 11-12 o'clockനാണ് ഒരു എൻട്രി ഉണ്ട്. അബൂബക്കറിന്റെ അത് കൺസിഡറബിൾ ടൈം അവിടെ ചെലവഴിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അതിന് മുമ്പ് CDR നോക്കിയ സമയത്തും അതിന് മുമ്പ് ഒരു 10-11 മണിയായപ്പോൾ ആ നമ്പറിലേക്ക് വിളിച്ചിട്ട് പക്ഷേ അവർ ഓർക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് കോളുണ്ട്. അങ്ങനെ അവിടെ പോയതായിട്ടും അതിന് ശേഷം അബൂബക്കർ അവിടുന്ന് മടങ്ങി വന്നതായിട്ടെല്ലാം മനസ്സിലാക്കി. കൊല്ലപ്പെട്ട സ്ത്രീയുമായി 68-കാരനായ അബൂബക്കറിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. സംഭവ ദിവസം രാത്രി അബൂബക്കർ ഇവരുടെ വീട്ടിൽ എത്തിയിരുന്നുവെന്നും ലൈംഗികമായി ബന്ധപ്പെടുന്നതിനിടെ ശ്വാസമുട്ടലുണ്ടായതായി സ്ത്രീ പറഞ്ഞതായി അബൂബക്കർ നൽകിയ മൊഴിയിലുണ്ട്. ഇയാൾ മടങ്ങിയ ശേഷമാണ് മോഷണത്തിനായി ദമ്പതികൾ ഇവിടേക്ക് എത്തിയത്. കൊലപാതകി മറ്റൊരാളാണെന്ന് കണ്ടെത്തിയെങ്കിലും അബൂബക്കറിനെതിരെ ബലാത്സംഗ കുറ്റം നിലനിൽക്കുമെന്ന് പോലീസ് പറയുന്നു. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.